വെൽക്കം ടു ഷെഫ് അറ്റ് ഹോം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗുലാബ് ജാമാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ഡെസേർട്ട്. ഷുഗർ സിറപ്പാണ് തയ്യാറാക്കുന്നത്. പഞ്ചസാര പാനി. ഷുഗർ സിറപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 3 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളമേ ചേർക്കാവുള്ളൂ. പഞ്ചസാരയുടെ ഓൾറെഡി വെള്ളമുണ്ട്. ഇനി നമ്മൾ ഗുലാബ് ജാൻ മിക്സ് തയ്യാറാക്കാനായിട്ട് നമ്മൾ പാക്കറ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഗുലാബ് ജാൻ മിക്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. അല്പം പാല്, വളരെ കുറേശ്ശെ വേണം പാൽ ഒഴിച്ചു കൊടുക്കാൻ. നല്ല ടൈറ്റായിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിലും ടൈറ്റായിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. ഒട്ടും വെള്ളം കൂടുതലാവാൻ പാടില്ല. അല്പം തളിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇതിൻ്റെ പുറത്തെ ലെയർ വരാത്ത രീതിയിൽ ഒരുപാട് നേരം നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ മിക്സ് ചെയ്യണം. ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്താലാണ് ഒട്ടും പൊട്ടിപ്പോകാത്ത രീതിയിലുള്ള ഗുലാബ് ജാം നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ വളരെ ചെറിയ പീസുകളായിട്ടാണ് നമ്മളിതിനെ മുറിച്ച് മാറ്റുക. എന്നിട്ട് നമ്മൾ നല്ല ടൈറ്റിലാണ്, നമ്മൾ 2 കൈയും നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ശരിക്കും ഇത് ചൂടായി വരുന്ന രീതിയിൽ വേണം നമ്മളിതിനെ മിക്സ് ചെയ്യാൻ. ശരിക്കും ടൈറ്റ് കളറിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയ ബോൾ വേണം. നമുക്ക് ഒട്ടും പൊട്ടലുണ്ടാവാൻ പാടില്ല. പൊട്ടലുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഓയിലിട്ട് കഴിയുമ്പോൾ ഈ സാധനം ശരിക്കും സ്പ്രെഡ് ചെയ്ത് പോകും. വളരെ സ്ലോ ഫയറിൽ വേണം ഇതിനെ കുക്ക് ചെയ്യാൻ. ഒട്ടും കൂടിയ ഫയറിൽ കുക്ക് ചെയ്യാൻ പാടില്ല. ഒരു 5 മിനിറ്റെങ്കിലും കുറഞ്ഞത് അതിനെ വളരെ സ്ലോ ഫയറിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ 5 മിനിറ്റ് കുക്കായി വരുമ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടും. ഓവറായിട്ട് ഇതാക്കരുത്. ഈ ബ്രൗൺ കളറാകുമ്പോൾ നമ്മളതിനെ കോരി മാറ്റുക. അപ്പോൾ നമ്മുടെ ഇത് കണ്ടറിയാൻ ഒട്ടും പൊട്ടലില്ലാത്തതുകൊണ്ട് ശരിക്കും ഓയിലൊന്നും അത് പൊട്ടിപ്പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നമ്മൾ ആദ്യം ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാണ്. ഇനി നമ്മൾ ഇതിലേക്കാണ് ഗുലാബ് ജാം ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഫ്രൈ ആയിട്ടുള്ള ഗുലാബ് ജാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ല വീർത്ത് നല്ല പഞ്ഞിക്കട്ട പോലത്തിൽ ഈ സംഭവം വരും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഗുലാബ് ജാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇതിൻ്റെ മിക്സ് ചെയ്യുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ള ഗുലാബ് ജാമിൻ്റെ മിക്സാണ്, പാക്കറ്റ് മിക്സാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മിക്സ് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ എത്രയും നേരം ഇതിനെ മിക്സ് ചെയ്യുന്നോ അത്രയും ഫിനിഷിങ്ങോട് കൂടി നമുക്ക് പൊട്ടാത്ത രീതിയിലുള്ള ഗുലാബ് ജാം കിട്ടും. അപ്പോൾ പരമാവധി ടൈം എടുത്ത് വളരെ സ്ലോയിൽ തന്നെ ടൈറ്റായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അതായത് ചപ്പാത്തി മിക്സ് ചെയ്യുന്നതിലും ടൈറ്റായിട്ട് വേണം ചെയ്യാൻ. വളരെ ചെറിയ ബോളുകളായിട്ട് വേണം ഇത് പിടിക്കാൻ. കാരണം ഇത് 3 തവണയായിട്ട് ഇത് വലുതായി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. വളരെ ടൈം എടുത്ത് പതുക്കെ ചെയ്യുക. നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ് ഗുലാബ് ജാം, എല്ലാവർക്കും അറിയാം.